ദൈവത്തിനെ ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാലസ് പ്രെയർ ലൈനിലെ പാസ്റ്റർ ജോസഫ് മാത്യൂസ് USA ആൻഡ് സിസ്റ്റർ സന്ധ്യ ഇന്ത്യ, എനിക്ക് ഈ ഒരു അവസരം നിങ്ങൾ തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ലീബ ഫിലിപ്പ് എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം കുവൈറ്റിലാണ്. എൻ്റെ പേരൻസ് ലീല ആൻഡ് ബേബിച്ചൻ എന്നാണ്. പാപ്പായും അമ്മായും കുവൈറ്റിൽ അവർ ജോലിയുടെ ബന്ധത്തിൽ അവർ കുവൈറ്റിലായിരുന്നു. എനിക്കൊരു യങ്ങർ ബ്രദറുണ്ട്. ബ്രദറിന്റെ പേര് നെൽസണും ഫാമിലിയും പിന്നെ US-ലാണ്, ന്യൂജേഴ്സിയിൽ അവർ താമസിക്കുന്നു. അവിടെ ഒരു ഇന്റർനാഷണൽ ചർച്ചിലെ പാസ്റ്ററാണ് അവർ രണ്ടുപേരും. ഇവിടെ ഞാൻ കാനഡയിലെ എഡ്മണ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ തോമസ് മാത്യൂസും എൻ്റെ മോൻ ഡേവിഡ്, ഞങ്ങൾ അങ്ങനെ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ഇന്ന് എനിക്ക് സോറി, എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഇംഗ്ലീഷൊക്കെ പറയും, എന്നോട് ക്ഷമിക്കണം. എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ എല്ലാവരും എന്നോട് ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കിന്ന് പറയാനുള്ളത്, ദൈവം ഇന്ന് ആ സിസ്റ്ററിന്റെ മെസ്സേജിലൂടെ പറഞ്ഞതുപോലെ ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയില്ല. നമ്മളെ ലോകം തള്ളിക്കളഞ്ഞാലും ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയയില്ല. നമ്മൾ മടങ്ങി വന്നാൽ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം നമ്മളെ എല്ലാം മറന്ന് ദൈവം നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തി, ഹല്ലേലൂയ, അവന്റെ നാമം നമ്മളിലൂടെ മഹിമപ്പെടുവാൻ ദൈവം ഇടയാക്കും. അങ്ങനെ ഒരു സാക്ഷിയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുവൈറ്റിലായിരുന്നു ജനിച്ചു വളർന്നത്. 1993 ദൈവകൃപയാൽ ദൈവത്തെ അറിയുവാനും ദൈവത്തെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും രക്ഷിക്കപ്പെടുവാനും ദൈവം എനിക്ക് ഇടയാക്കി. എൻ്റെ സ്കൂൾ ലൈഫൊക്കെ വളരെ നോർമലായിരുന്നു. പ്രത്യേകിച്ച് എന്താ പറയാ, എനിക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു കഴിവോ, അങ്ങനെ ഞാനൊരു സ്മാർട്ട് അല്ലെങ്കിൽ വെരി പഠിത്തത്തിൽ അങ്ങനെ വലിയ സ്മാർട്ടൊന്നും അല്ലായിരുന്നു. എന്നാൽ കൂടെ ദൈവം എന്നെ നടത്തിയ, ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ദൈവം എങ്ങനെ എൻ്റെ ജീവിതം മാറ്റി മറിച്ചോ, അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അതൊരു വലിയ സാക്ഷിയാണ്. അപ്പൊ അത് പിന്നീട് എപ്പോഴേലും എനിക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ അതിൽ നിന്നും, എൻ്റെ പാസ്റ്റിൽ നിന്നും ഞാൻ പറയാം. പക്ഷെ ഇപ്പോൾ ദൈവം എന്നെ വേറൊരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു സിറ്റുവേഷനിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി അതിനെക്കുറിച്ച് പറയുവാൻ, അതിൽ കൂടെ ദൈവം എങ്ങനെ എന്നെ വിടുവിച്ചു, ദൈവം എപ്രകാരം എന്നെ ഉറപ്പിച്ച് നിർത്തി എന്നുള്ളത് പറയുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് എനിക്ക് ആദ്യം ഈ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ദിവസം ഇങ്ങനെ ദൈവാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് ഒരു വാക്യം തന്നു. സങ്കീർത്തനം 23 അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദി വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൾ, ഫോർ യു ആർ വിത്ത് മീ, യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് ദേ കംഫർട്ട് മീ. അപ്പൊ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ, എപ്പോഴും നമ്മൾ വായിക്കുന്ന വാക്യമാണ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര നന്നായി അറിയാവുന്ന വാക്യമാണ്. പക്ഷെ ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുവായിരിക്കും വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൾ, ഇതൊക്കെ എന്തുവായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തു. എനിവേസ് ആ വാക്യം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാനഡയിൽ 2016 ഞങ്ങൾ വന്നു. ഇവിടെ വന്ന് ഒരുപാട് പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ കൂടെ ഞാൻ കടന്നുപോയി. ഒരുപാട് എനിക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും, ഞാൻ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഞാൻ തളർന്നു പോയ ഒരു കാലഘട്ടമായിരുന്നു 2016 തൊട്ട് 2018 വരെ. ആ സമയങ്ങളിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിങ്ങനെ ഇരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു വചനം, ഞാൻ പണ്ട് കുവൈറ്റിൽ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ച് ഒരു വചനം ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി. അത് ജെനിസിസ് 29:31 ആണ്. അവിടെ പറയുന്നുണ്ട്, വെൻ ഗോഡ് സോ ദാറ്റ് ലേയ വാസ് അൺലവ്ഡ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് ലേയും ജേക്കബും റേച്ചലിനെ കുറിച്ചും. അപ്പം ജേക്കബിന് പിന്നെ റേച്ചലിനെ ആയിരുന്നു വിവാഹം ചെയ്യേണ്ടിയത്. റേച്ചലിനോടായിരുന്നു സ്നേഹം കൂടുതൽ. പക്ഷേങ്കിൽ ലേയ
അവിടെ ആ ഫാദറിന്റെ ഒരു എന്തോ ഒരു കണ്ണിങ്നെസ്സിനകത്ത് ഇവിടെ പെട്ടുപോയ ഒരാളാണ് ഈ ലേയ. അപ്പോൾ ലേയനെ അവിടെ സ്നേഹിക്കാനോ യുനോ ലേയുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിന് വലിയ സ്നേഹമില്ല, സിസ്റ്ററിന് അഫ്കോഴ്സ് സിസ്റ്ററിന് ഇഷ്ടപ്പെടുന്ന ആളെ ഇവര് വിവാഹം കഴിച്ചതുകൊണ്ട് സിസ്റ്ററിന് ഒരു ദേഷ്യമൊക്കെ കാണും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരാൽ തള്ളപ്പെട്ട ലേയ. അവിടെ എഴുതിയേക്കുന്നു വെൻ ഗോഡ് സോ ദാറ്റ് ലേയ വാസ് അൺലവ്ഡ്. അതായത് ദൈവം അവിടെ ലേയനെ കണ്ടു. ലേയ ആ ബാക്ക്ഗ്രൗണ്ടിൽ അവളുടെ ജീവിതത്തിന്റെ അല്ലെ ആ സർക്കംസ്റ്റാൻസസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ആരും ശ്രദ്ധിക്കപ്പെടാതെ, ആർക്കും വേണ്ടാതെ, ആരാലും സ്നേഹിക്കപ്പെടാതെ അവിടെ കിടന്ന ലേയനെ ദൈവം കണ്ടു. അവളുടെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നുണ്ട്. അവളുടെ അവസ്ഥ കണ്ട ആ ദൈവം അവിടെ പറയുന്നുണ്ട്, അവൾ ഹി എനേബിൾഡ് ഹർ ടു ബി പ്രഗ്നന്റ് ആൻഡ് അവൾക്ക് മക്കളെയൊക്കെ കൊടുക്കുന്നു അതൊക്കെ. അപ്പൊ അതെന്നെ ഒരുപാട് ടച്ച് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു, ഇവിടെ എൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന എൻ്റെ ഈ കാനഡയുടെ പ്രദേശത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കിവിടെ വേറെ ആരും പരിചയക്കാരില്ല. എൻ്റെ പേരൻസ് കുവൈറ്റിലാണ്, ഞങ്ങളുടെ ചേർച്ച് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കുവൈറ്റിലാണ്. എനിക്കിവിടെ ആരുമില്ല, ഒരാളെ പോലും എനിക്ക് പരിചയമില്ല. ഇവിടെ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എന്നെ കാണുന്ന ഒരു ദൈവം, ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. ദൈവം അപ്രകാരം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പം എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, ലൈക്ക് എന്നെ ആരും കാണുന്നില്ല, എൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെ ആരും എന്നെ അറിയുന്നില്ല എന്ന്, നമ്മളങ്ങ് ബാക്ക്ഗ്രൗണ്ടിൽ മറഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോണം, ലേയെ കണ്ട ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. നമ്മുടെ അവസ്ഥകൾ ദൈവം മനസ്സിലാക്കി ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ലേയ്ക്ക് വേണ്ടി എപ്രകാരം ദൈവം അവളുടെ അപ്പോഴത്തെ ആ സിറ്റുവേഷൻ മാറ്റിക്കൊടുത്തുവോ അപ്രകാരം ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ മതിയായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. യെശയ്യാവിൽ ഐസയ്യ 49:16 പറയുന്നുണ്ട്, ഐ ഹവ് എൻഗ്രേവ്ഡ് യു ഓൺ ദ പാം ഓഫ് മൈ ഹാൻഡ്. എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കയ്യിലെ ഈ ഓരോ വരകളും നമ്മൾ എത്ര നോക്കണ്ട എന്ന് വിചാരിച്ചാലും നമ്മളത് കാണും, ഇല്ലേ? ഹല്ലേലൂയ. നമ്മൾ കൈ തുറന്നാൽ ഉടനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൈ ക്രീം തേച്ചാലും നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോഴും ഒക്കെ ഈ കയ്യിൽ ഈ വരകളൊക്കെ കാണും. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ അതുപോലെ ദൈവത്തിന്റെ കയ്യിൽ, ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ ദൈവം നമ്മളെ വരച്ചിരിക്കുക. ഹല്ലേലൂയ. ഹീസ് എൻഗ്രേവ്ഡ് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം ഒരു കാലത്തും നമ്മളെ മറക്കുകയില്ല, അവർ ഉപേക്ഷിക്കുകയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കടന്നുപോയ ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഒക്ടോബർ 2021 എനിക്കും എൻ്റെ ജീവിതത്തിൽ, 2021 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു എന്താ പറയാ, ഒരു ശാരീരികമായിട്ടൊരു വീക്ക്നെസ് ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ഇറങ്ങുന്ന പോലൊക്കെ തോന്നുമായിരുന്നു. ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഡിസിനസ് പോലെ എനിക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ആ സമയത്ത് എൻ്റെ പേരൻസ് ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരിക്കലും അടുക്കളയിൽ നിന്നപ്പം ഇങ്ങനെ എനിക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്ന പോലെ വന്നപ്പോൾ ഞാൻ മമ്മയോട് പറഞ്ഞു, എനിക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം മമ്മ ആണെങ്കിലും BP നോക്കി, BP നോർമലാ. അത് കഴിഞ്ഞ് വെച്ച് മമ്മയുടെ കയ്യിൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഗ്ലൂക്കോമീറ്റർ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് മമ്മ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഷുഗർ കുറച്ച് ലോ ആയിരുന്നു. അപ്പോൾ മമ്മ പെട്ടെന്ന് അപ്പൊ എന്നോട് ചോദിച്ചു, രാവിലെ കഴിച്ചൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, ആസ് യൂഷ്വൽ ഞാൻ ചായയും കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു എന്ന് പറഞ്ഞു. എനിവേസ് പിന്നെ എനിക്ക് ജ്യൂസ് ഒക്കെ തന്ന് എൻ്റെ ഷുഗർ നോർമലായി. പിന്നെ മമ്മ ഉള്ളപ്പോൾ തന്നെ 1-2 വട്ടം എനിക്കിങ്ങനെ ഉണ്ടായി. അങ്ങനെ അടുപ്പിച്ചല്ല, ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടിയിരിക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായി. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി. അപ്പൊ ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ കുറെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ തന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു,
നന്നായി വെള്ളം കുടിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ കോവിഡിന്റെ സമയം അങ്ങോട്ട് കഴിഞ്ഞു വരുന്ന സമയമാണ്. ഇപ്പൊ മാസ്ക് ഒക്കെ വെച്ചോണ്ടാണല്ലോ ഇവിടെ എല്ലാവരും നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം 2021 അപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെക്കുമ്പോഴും ഒക്കെ നമ്മൾ വെള്ളം അധികം കുടിക്കാറില്ല. അപ്പോൾ ഡീഹൈഡ്രേഷൻ മൂലം ഇങ്ങനെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. എനിവേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഡോക്ടർ എഴുതി തന്നു. ഞാൻ ആ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. റിസൾട്ട് വന്നപ്പം അതൊക്കെ നോർമലാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു എനിവേസ് ഒരു എൻഡോക്രൈനോളജിസ്റ്റിന് ഞാനൊരു ഞാൻ റെഫറൻസ് തരാം, അവർ കോണ്ടാക്ട് ചെയ്യട്ടെ, അവർക്കാകുമ്പോൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഒരു സേഫർ സൈഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു ഇങ്ങ് പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഡിസംബർ 2021 അപ്പൊ ഞാൻ ഡോക്ടറിനെ കാണാൻ പോകുന്നത് നവംബറിലാണ്. ഡിസംബറിൽ എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ കോൾ വന്നിരുന്നു. അത് ഈ എൻഡോക്രൈനോളജിസ്റ്റ് ആയിരുന്നു, ഡോക്ടർ ആൻഡ്രിയ. അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പൊ ഈ കോവിഡിന്റെ ഒക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പിന്നെ പേഷ്യന്റിനെ അവർ ഇൻടേക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പേഷ്യൻസിനെ കാണാനും പറ്റത്തില്ല, അതുകൊണ്ട് ഫോൺ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് എൻ്റെ സിംറ്റംസ് ഒക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തല ഇറങ്ങുന്നുണ്ട്, അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഷുഗർ കുറവാണ്, ഞാൻ ഫുഡൊക്കെ നോർമലായിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ഇങ്ങനെ. അപ്പം എന്നെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു, ആർക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം അമ്മായിക്ക് ചെറുതായിട്ട്, അമ്മായിക്ക് ഒത്തിരി ഏജ് ആയി കഴിഞ്ഞപ്പോഴാണ് ഡയബറ്റീസ് ചെറുതായിട്ട് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ അതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ പ്രീ ഡയബറ്റിക്, അതായത് ഞാൻ ഡയബറ്റിക് ആകുന്നതിന് മുമ്പ് ഉള്ള ഒരു സ്റ്റേജ് ആണ് ഈ പ്രീ ഡയബറ്റിക്. അപ്പം എൻ്റെ മദറിനുള്ളത് കൊണ്ട് ചിലപ്പോൾ എനിക്കും അത് ഡയബറ്റീസ് വരാനായിട്ട് ഉള്ള ചാൻസസ് ആയിരിക്കും. അപ്പൊ അതിന് മുമ്പ് ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഉള്ളത് അവർ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്യൂമർ ഉണ്ടായിരിക്കും പാൻക്രിയാസിൽ, അപ്പൊ അതുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ടെസ്റ്റ് ചെയ്താലൊക്കെ നമുക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു 3 days ഹോസ്പിറ്റലിൽ വന്ന് കിടന്ന് ഫുൾ ഫാസ്റ്റിങ്ങിലൂടെ അവർക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് വേണം ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ആ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ക്ലിയർ ഐഡിയ വരത്തുള്ളൂ ഇഫ് ഇറ്റ് ഈസ് എന്തുവാ പ്രശ്നം എന്ന്. ഹല്ലേലൂയ. അങ്ങനെ കോവിഡിന്റെ ഇത് ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഇപ്പം അറ്റ് പ്രസന്റ് ഇത് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കാരണം എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ ലീവായി വിളിക്കാം. പക്ഷെ അതുവരെ ഇങ്ങനെ 3 മീൽസ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അല്ലാതെ ഇടയ്ക്ക് ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കണം. ഷുഗർ കുറയാതെ നോക്കണം. പിന്നെ എപ്പോഴും കയ്യിൽ ഒരു ജ്യൂസോ പിന്നെ ഒരു ക്യാൻഡിയോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ബിക്കോസ് ഷുഗർ ഒത്തിരി അങ്ങ് ലോ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അൺകോൺഷ്യസ് ആയി പോവും, ചിലവർ കോമയിലായി പോവും. അങ്ങനെ കോമയിലൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. സോ ബി വെരി കെയർഫുൾ എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ അതൊന്നും അത്ര വലിയ കാര്യമാക്കിയില്ല. ബിക്കോസ് ഇതൊന്നും എനിക്ക് എപ്പോഴും എന്നും ഉണ്ടാവത്തില്ല, ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവാറുള്ളൂ. ഇതൊക്കെ ഞാൻ അപ്പം ഇങ്ങനെ ജ്യൂസ് കൊണ്ടുവന്ന് ഇതൊക്കെ ഞാൻ അങ്ങനെ ഓർക്കാറില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഫോൺ അപ്പോയിന്റ്മെന്റ്സ് തരുമായിരുന്നു എൻ്റെ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. എൻ്റെ സിംറ്റംസ് ആദ്യമൊക്കെ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ വൺസ് ഇൻ 2 months ഒക്കെ വരത്തുണ്ടായിരുന്നുള്ളെങ്കിൽ പിന്നെ ഇറ്റ് സ്ലോലി സ്റ്റാർട്ടഡ് ഇടയ്ക്കിടയ്ക്ക് ഇൻ എ മന്ത് 2 or 3 times ഒക്കെ എനിക്ക് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ എന്തുവാണ് എക്സാക്ട്ലി സംഭവിക്കുന്നതെന്ന് അവർക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നുമില്ലായിരുന്നു. എനിക്കും അറിയത്തില്ല. അപ്പൊ ഞാനും ഓർക്കും ഇൻസുലിൻ ഒക്കെ അങ്ങനെ കൂടുതൽ ഉണ്ടാവുമ്പോഴാണല്ലോ പിന്നെ ഷുഗർ കുറയുന്നത്. പക്ഷെ ഇത് എന്തായിരിക്കും എന്നൊന്നും ഞാൻ കൂടുതൽ ചിന്തിക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ പോലും അറിയാതെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. പലപ്പോഴും ഞാൻ വണ്ടി ഓടിച്ചാണ് ജോലിക്ക് പോകുന്നത്. വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെ ചെറിയൊരു തലകറക്കം പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാൻ അതൊന്നും വലിയ കാര്യമാക്കാതെ ഞാൻ ജോലിക്ക് കടന്നു പോകുമായിരുന്നു. ജോലിയിലും വെച്ച് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് 2 മിനിറ്റ് നിൽക്കും, പിന്നെ അങ്ങ് ജോലി ചെയ്യും. പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു അവിടെയൊക്കെയും
ആ സമയത്ത് അത്രയൊന്നും ഞാൻ ചിന്തിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എന്നെ ദൈവം എന്നെ കാത്ത് സൂക്ഷിച്ച വിധങ്ങൾ ശരിക്കും ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ ദൈവം എന്നെ വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ഹല്ലേലൂയ. അങ്ങനെ ഫൈനലി മെയ് 2022 ആയപ്പോൾ ഡോക്ടർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം അവര് സ്ലോലി ആൾക്കാരെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അവരെ അലൗ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം എനിക്ക് 3 ഡേയ്സിലേക്ക് ഒരു ബെഡ്, ബിക്കോസ് കോവിഡിന്റെ സമയത്ത് കുറെ സർജറീസ് ഒക്കെ മാറ്റി വെച്ചതുകൊണ്ട് അതെല്ലാം അവര് ഇപ്പം പയ്യെ 2022 ആയപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബെഡ് ഒന്നും ഫ്രീ ആയിട്ട് ഇല്ല. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ഡേ 1 ഡേ, അതായത് ഒരു പകലും 7:30 തൊട്ട് ഉച്ചയ്ക്ക് അവരുടെ ആ യൂണിറ്റ് 3:30 ആകുമ്പോൾ അടയ്ക്കും. ആ സമയം വരെ ഫാസ്റ്റിംഗിൽ നീ വാ, എന്നിട്ട് നമുക്ക് കുറച്ച് എക്സസൈസസ് ഒക്കെ ചെയ്തിട്ട് ആ സമയത്ത് ഷുഗർ കുറയുമ്പോൾ നീ പറയണം അവിടത്തുള്ള നഴ്സസിനോട്. അവരപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ആ ബ്ലഡ് എന്നിട്ട് അവർ കുറച്ച് സാമ്പിൾസ് എടുത്ത് ലാബിലോട്ട് അയക്കും. അപ്പോൾ ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം എനിക്ക് ഓഫ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ കടന്നു ചെന്നു ഫാസ്റ്റിംഗ്. അപ്പൊ തലേന്ന് വൈകിട്ട് 8 മണിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല. അവിടെ കടന്നു ചെന്നു. അവരെനിക്ക് പിന്നെ ക്യാനുലൊക്കെ IV ലൈക്ക് എന്റെ വെയിൻസിൽ അവരിങ്ങനെ ക്യാനുല ഇട്ടിട്ട് അവര് പിന്നെ എന്റെ ഷുഗർ എപ്പോ കുറയുന്നോ അവരെ അറിയിക്കണമെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നടക്കുകയും ആ വാർഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയും സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്തു. അവര് പറഞ്ഞ് ജോലിയിൽ എങ്ങനെയാണോ നീ നിന്റെ മൂവ്മെന്റ്സ് അതുപോലെ ഇവിടെ ചെയ്തു നോക്ക്. അപ്പൊ ആ ഷുഗർ കുറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ലൈക്ക് ബ്ലഡ് എടുത്ത് നമുക്ക് ടെസ്റ്റിന് അയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. എൻ്റെ ഷുഗർ കുറച്ച് കുറഞ്ഞു. അവർ ടെസ്റ്റ് ചെയ്തു, ഗ്ലൂക്കോമീറ്റർ വെച്ച് എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പം കുറവാണ്. അപ്പൊ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 3.9 to 6 ആണെന്ന് തോന്നുന്നു. എനിക്ക് നാട്ടിലെ ആ ഇത് അറിയത്തില്ല, അതിന്റെ ആ റീഡിങ്സ് പറയാൻ അറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ റീഡിങ്സ് വെച്ചിട്ട് 3.9 വരെ ഷുഗർ 3.9 to 6 ആണെന്ന് തോന്നുന്നു വരെ നോർമലാണ്. അപ്പൊ എന്റെ ഷുഗർ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 2.5 2.6 അങ്ങനൊക്കെ നിൽക്കുക. അപ്പൊ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല അത് 1, അതായത് 2.1 ആയാൽ അത് ഓർ ബിലോ ദാറ്റ് ആണെങ്കിൽ മാത്രം ബ്ലഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ 3:30 വരെ അങ്ങനെ നിന്നിട്ട് എൻ്റെ ഷുഗർ അത്രയും കുറഞ്ഞില്ല, 2.3 വരെ മാക്സിമം ആയുള്ളൂ. അപ്പം ആ ടെസ്റ്റ് അവർക്ക് ബ്ലഡ് എന്നാലും 2.3 ആയപ്പോൾ അവര് ബ്ലഡ് എടുത്തു. എന്നിട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് ലാബിൽ അയച്ചു. എന്നുവെച്ചാൽ എനിക്ക് കുറച്ച് ഫുഡും ഒക്കെ തന്ന് എൻ്റെ ഷുഗർ നോർമൽ ആയതിനു ശേഷം എന്നെ വീട്ടിൽ വിട്ടു. അങ്ങനെ ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇതുമില്ലായിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ തൊട്ട് ഒത്തിരി ലോ ആകാഞ്ഞുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് റിസൾട്ട് ഇന്നൊന്നും മനസ്സിലായില്ല. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, തൽക്കാലം പിന്നെ ഒരു നേസൽ സ്പ്രേ, അതായത് മൂക്കിൽ അടിക്കുന്ന ഒരു സ്പ്രേ തരാം, ഗ്ലൂക്കാഗോൺ എന്നാണ് അതിന്റെ പേര്. അതായത് അതൊരു ഹോർമോണാ. അപ്പൊ നമ്മുടെ ഷുഗർ ലോ ആകുമ്പോൾ ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മുടെ മൂക്കിൽ കൂടെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ അബ്സോർവ് ചെയ്തിട്ട് അതെന്റെ ഷുഗർ റൈസ് ചെയ്യും. അപ്പൊ പറഞ്ഞു, എപ്പോഴെങ്കിലും നിനക്ക് വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെ എപ്പോഴേലും ഭയങ്കരമായിട്ട് ഷുഗർ കുറഞ്ഞു നിനക്ക് തന്നെ എടുത്ത് എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു സാഹചര്യം വന്ന് ഈ മൂക്കിൽ ഈ സ്പ്രേ അടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്പ്രേ ഞങ്ങളുടെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ ബാഗിൽ ഇട്ടിരുന്നു. എനിവേ അത് ഒരിക്കലും എനിക്ക് അത് യൂസ് ചെയ്യേണ്ടി അത് വന്നിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ അവരെന്നെ ഡയറ്റീഷ്യനെ റെഫർ ചെയ്ത്, എന്നിട്ട് അവരെന്നോട് പറഞ്ഞു പ്രോട്ടീൻസ് കൂടുതലുള്ള ഫുഡ് കഴിച്ച് ഈ സിംറ്റംസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന്റെ ഡയറ്റ് ഒക്കെ മാറ്റി അങ്ങനെ ഓഗസ്റ്റ് വരെ 2022 ഓഗസ്റ്റ് വരെ ഇങ്ങനെ എല്ലാം ഫോൺ അപ്പോയിന്റ്മെന്റ്സിലൂടെ ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അവര് ലാസ്റ്റിൽ എന്നെ ഓഗസ്റ്റ് 2022 വിളിച്ചു.
പിന്നെ അവരെന്നെ വിളിച്ചതേ ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ അങ്ങനെ തന്നെ പോയി. പിന്നെ ഞാൻ രാവിലെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ടൊക്കെ പോവും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്നാക്സ് കാണും, ജ്യൂസ് കാണും. അങ്ങനെ പക്ഷേങ്കിൽ എൻ്റെ സിംപ്റ്റംസ് ഞാൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും എൻ്റെ സിംപ്റ്റംസിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ഇൻഫാക്ട് എൻ്റെ ഷുഗർ കൂടുതലായിട്ട് കുറയാൻ തുടങ്ങി. ഇൻ ദ സെൻസ് ഒരു ദിവസം ആദ്യമൊക്കെ മാസത്തിൽ 1 2 ആയിരുന്നെങ്കിൽ പിന്നെ അത് ആഴ്ചയിൽ 1 2 ആയി. അത് കഴിഞ്ഞ് അത് ഡെയിലി എനിക്ക് 2 3 ടൈംസ് ഒക്കെ ആയി. ഹല്ലേലൂയ. അങ്ങനെ പലപ്പോഴും ഒരുപാട് ഷുഗർ കുറഞ്ഞ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ എന്നെ വിയർക്കുകയും കൈ വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ വിഷമിച്ച് എന്റെ ദൈവമേ, എനിക്കൊരു ജോലിയിൽ ഞാൻ എന്നെ ഓടി നടന്ന് എനിക്ക് ജോലി ചെയ്യേണ്ടത്. ബിക്കോസ് ഞാൻ ഫാർമസിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഓടി നടന്ന് ജോലി ചെയ്യണം. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എനിക്കതങ്ങ് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ആണേലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചേച്ച് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെയും ഷുഗർ കുറയും. എനിക്ക് തല കറങ്ങുന്ന പോലൊക്കെ വരും. അങ്ങനെ ഞാൻ വിഷമിച്ചു, ഇതെന്തായിരിക്കും എന്നൊക്കെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ ഗ്ലൂക്കോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ 2ഉം 1.5 വരെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെയൊക്കെയും ദൈവം എന്നെ മരണത്തിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. അതായത് എനിക്ക് അൺകോൺഷ്യസ് ആകുവോ, പിന്നെ അവർ പറഞ്ഞു തൊട്ട് കോമയിലോട്ട് പോവോ, അങ്ങനെ ഒന്നും ചെയ്യാതെ ഹല്ലേലൂയ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ദിവസം വീട്ടിൽ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്ന പോലെ തോന്നി. ഞാൻ ഓടി വണ്ടിയിൽ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ജോലിയിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പൊ ഞാൻ 5 മിനിറ്റല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഇങ്ങ് വീട്ടിൽ വരാം എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി ഓടിച്ചു. എന്നാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ക്ഷീണം പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് 2 ഫ്ലോർസ് സ്റ്റെപ്പ് കയറണം ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലോട്ട് വരണമെങ്കിൽ. അവിടെ ഞാൻ സ്റ്റെപ്പ് കയറി, ഞാൻ ഡോറ് തുറന്ന് ഇവിടെ വന്ന് സോഫയിലോട്ട് ഇരുന്നു. അത്രമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടില്ല. പക്ഷേങ്കില് എനിക്കെന്തോ എൻ്റെ എൻ്റെ സർക്കംസ്റ്റാൻസസുമായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലായിരുന്നു. എനിക്കെന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛയോട് പറഞ്ഞു, അച്ഛൻ ചോദിച്ചു ജ്യൂസ് വേണം. ഇപ്പൊ എനിക്കതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അത് യെസ് ഓർ നോ പറയാൻ പറ്റാത്ത ഒരിത് വന്നപ്പോ ഞാൻ അച്ഛയോട് പറഞ്ഞു, ഇത്ര മാത്രമേ എനിക്ക് അപ്പൊ പറയാൻ പറ്റിയുള്ളൂ. ഞാൻ അച്ഛയോട് പറഞ്ഞു, എൻ്റെ ബാഗിൽ ഇരിക്കുന്ന ആ നേസൽ സ്പ്രേ, ആ മൂക്കിലടിക്കുന്ന ആ സ്പ്രേ ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യണം അതിന്റെ ഡയറക്ഷൻസ് ഒന്നും വായിച്ചില്ല. പെട്ടെന്ന് തന്നെ അത് ഞാനിങ്ങനെ ഓപ്പൺ ആക്കി അതെൻ്റെ മൂക്കിൽ അടിച്ചു. ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞപ്പം എൻ്റെ ഷുഗർ 1.3ന്ന് എൻ്റെ ഷുഗർ 3.3 ആയി. അങ്ങനെ ദൈവം എന്നെ വലിയൊരു ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ പിന്നീട് ഞങ്ങളുടെ ഫാർമസിന്ന് ഈ സെൻസർ കിട്ടും. അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മുടെ ആമില് അത് ഒട്ടിച്ചു വെക്കുകയാണ്. അപ്പൊ അത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് അത് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ആ റീഡിങ്സ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ അത് ലോ പോകുമ്പോൾ അതൊരു അലാം അടിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഇത് യൂസ് ചെയ്യാനായിട്ട് എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു. അപ്പൊ അതിന് ഭയങ്കര പൈസയാ. എന്നാല് ആ സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു റെപ്പ് വന്ന് ഈ സെൻസർ ഒരു 4-5 എണ്ണം അവിടെ പേഷ്യൻസിന് സാമ്പിൾ കൊടുക്ക് എന്നും പറഞ്ഞ് അവിടെ വെച്ചിരുന്നു. അത് എൻ്റെ മാനേജർ എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് ലീബ യൂസ് ചെയ്തോ, നിനക്കാണല്ലോ ഇത് ആവശ്യം. യുവർ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ആൻഡ് ഓൾസോ ഫോർ മീ. അതുകൊണ്ട് നീ ഇത് യൂസ് ചെയ് എന്ന് പറഞ്ഞ് എനിക്ക് അവര് 2-3 എണ്ണം എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ഹല്ലേലൂയ. അതിന് ഒരു സെൻസർ 2 വീക്സിലേക്കാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ അത് മാറ്റി അടുത്ത സെൻസർ വെക്കണം. ഓരോ സെൻസറിന് $90 വെച്ച്. ഹല്ലേലൂയ. അത് എൻ്റെ ഇൻഷുറൻസ് ഇവിടെ കവർ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ $90 വെച്ച് എവറി 2 വീക്സ് ഞാൻ പേ ചെയ്യണം ഈ സെൻസർ യൂസ് ചെയ്യണമെങ്കിൽ. അവിടാണ് ദൈവം എനിക്കത് ഫ്രീ ആയിട്ട്, എൻ്റെ മാനേജറിന്റെ ഹൃദയത്തിൽ ഇടപെട്ട് അതെനിക്ക് ഫ്രീ ആയിട്ട് ദൈവം നൽകി തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഞാൻ യൂസ് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഈ അലാം അടിച്ചോണ്ടിരിക്കും കുറേ.
അപ്പം എന്നെ അവിടെ കരുതുവാൻ എൻ്റെ ജോലിയിലുള്ളവരൊക്കെ അവരെത്രമാത്രം എന്നെ കരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് എൻ്റെ പേരൻസ് എന്നെ നോക്കുന്ന പോലെ അവര് എനിക്ക് വേണ്ടി അവിടെ ഫാർമസിയിൽ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഈ ഗ്ലൂക്കോസ് ടാബ്ലറ്റ്സ് നമ്മളത് ചൂ ചെയ്താൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് ചെയ്ത് അതൊക്കെ അവിടെ എനിക്ക് വേണ്ടി അവർ മാറ്റി വെച്ചു. എന്നിട്ട് എൻ്റെ ഒരു കൊളീഗ് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഡ്രോയ്ക്കകത്ത് ലിവ ജ്യൂസും സ്നാക്സും ഈ ടാബ്ലറ്റും ഒക്കെ ഇരിപ്പുണ്ട്. എപ്പോഴെങ്കിലും നിനക്ക് അതും അവരുടെ ഓൺ പൈസ വെച്ച് വാങ്ങിച്ച് അവിടെ വെച്ചേക്കുക. അവരെന്നോട് പറഞ്ഞു, അത് നീ യൂസ് ചെയ്യണം, നിനക്ക് ഒരു മടിയും വിചാരിക്കേണ്ട, നിനക്ക് വേണ്ടി ഇത് വാങ്ങിച്ചു വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ദൈവം നമ്മളെ കരുതുന്ന വഴികൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് ദൈവം നമ്മളെ കരുതുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഹല്ലേലൂയ, ആർക്കും പ്രതികൂലമായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. ഈവൻ നമ്മുടെ ശത്രുക്കളെ പോലും ദൈവം നമുക്ക് അനുകൂലമായിട്ട് ദൈവം അവിടെ നിർത്തും. ഹല്ലേലൂയ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അത്രമാത്രം എന്നെ അവര് കരുതി. ഹല്ലേലൂയ. അങ്ങനെ ടു കട്ട് ഷോർട്ട്, നവംബർ 2023 ആയപ്പോൾ ഹല്ലേലൂയ, ഒരു ദിവസം എൻ്റെ ഫോണിൽ എൻ്റെ ഈ ഡോക്ടർ, എൻ്റെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ ഒരു കോള് വരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇത്രയും നാൾക്ക് ശേഷം ഇവരെന്താണോ ഇപ്പൊ വിളിക്കുന്നത് എന്ന്. ഞാൻ ആ കോൾ എടുത്തു. ഞാൻ കോൾ ആൻസർ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ലീബ എങ്ങനുണ്ട്, കുറെ നാളായല്ലോ വിളിച്ചിട്ട്, ലീബയുടെ സിംറ്റംസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ, ഭയങ്കര വേഴ്സാ. രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഇങ്ങനെ, ഞാൻ സെൻസർ വെച്ചിട്ടുള്ളതുകൊണ്ട് അതിങ്ങനെ അടിക്കും, ഷുഗർ ലോ ആണെന്നും പറഞ്ഞ്. അങ്ങനെ രാത്രി പോലും എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. ജോലിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോലും 1 hour 2 hour കഴിയുമ്പോൾ എൻ്റെ ഷുഗർ കുറയും, സെൻസർ അടിക്കാൻ തുടങ്ങും. അത് അങ്ങനെ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു അവരോട്, ഇൻ എ ഡേ അറ്റ്ലീസ്റ്റ് ഒരു 6 times മിനിമം ഹല്ലേലൂയ എൻ്റെ ഷുഗർ കുറയാറുണ്ട് എന്ന് പറഞ്ഞു. അത് കാരണം എനിക്ക് ബോഡി ഭയങ്കര ക്ഷീണം, എനിക്ക് എൻ്റെ റുട്ടീനായിട്ടുള്ള എൻ്റെ ജോലികൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓ ഇത്ര സീരിയസ് ആണോ? ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഈ റെസ്ട്രിക്ഷൻസും എല്ലാം മാറി ഞാൻ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ നിനക്ക് തരാം എന്നും പറഞ്ഞ് അവരുടെ കലണ്ടർ നോക്കിയിട്ട് അവര് എന്നോട് ചോദിച്ചു, ഡിസംബറിൽ ഫസ്റ്റ് വീക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരാം. അങ്ങനെ ഡിസംബർ 7ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. 3 days ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ 7th അവിടെ പോയി. അന്ന് ഷുഗർ ഒക്കെ കുറയുന്നുണ്ടെങ്കിലും ഈ ഡോക്ടറിന് വേണ്ടി അത്രയും, അതായത് ഡോക്ടറിന് ആ സിംറ്റംസ് വരണം, ഹൈപ്പോഗ്ലൈസെമിക് ആയിട്ടുള്ള സിംറ്റംസ്, അതായത് ലോ ഗ്ലൂക്കോസ് ലെവൽസ് വരുമ്പോൾ ഉള്ള ആ സിംറ്റംസ് വരണം എനിക്ക്. അതായത് സ്വെറ്റിങ്, പിന്നെ നമ്മുടെ ആ ലാക്ക് ഓഫ് ഫോക്കസ്, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ സറൗണ്ടിങ്സ് എന്തുവാ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ വരെ ആ ഒരു സിംറ്റംസ് എനിക്ക് വന്നാൽ മാത്രമേ ഈ ബ്ലഡ് അവർ എടുത്ത് ലാബിലേക്ക് അയക്കുമ്പോൾ അവർക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാനും റിസൾട്ട് കിട്ടാനും അവർക്ക് ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ഡിസംബർ 8th രാവിലെ ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഷുഗർ കണ്ടമാനം കുറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണമാകാൻ തുടങ്ങി. ഞാൻ അവിടെ ബെഡിൽ കിടക്കുകയായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് നഴ്സസ് വന്ന് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, ലൈക്ക് ഗ്ലൂക്കോമീറ്റർ വെച്ച് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അവിടെ ഒരു മലയാളി സിസ്റ്റർ ഉണ്ടായിരുന്നു, അവര് വന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 8:30 ആയപ്പോഴത്തേക്കും എൻ്റെ ഷുഗർ കണ്ടമാനം കുറഞ്ഞ് ഞാനിങ്ങനെ അവിടെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞേച്ച് ഒരു 9 o'clock ഒക്കെ കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു, എന്തുണ്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്ര മാത്രം എനിക്ക് പറയുന്ന ഓർമ്മയുണ്ട്, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ അത്രമാത്രം ഞാൻ പറഞ്ഞു. പിന്നെ ആ സിസ്റ്റർ, പിന്നെ എനിക്കിങ്ങനെ വേഗമായിട്ട് ഒരു ഇങ്ങനെ അവര് വരുന്നതും പോകുന്നതും ഒക്കെ കാണാം, പക്ഷെ എന്തുവാ
എന്തുവാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. എനിവേ ആ സമയത്ത് അവരെൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 1.7 ആണ് എൻ്റെ ഗ്ലൂക്കോസ് ലെവൽ. അത്രയ്ക്കും താന്നു. എന്നെ കണ്ടമാനം വേർക്കാൻ തുടങ്ങി. എനിക്ക് അവർ ചോദിക്കുന്നതിനല്ല ഞാൻ മറുപടി പറയുന്നത്. അങ്ങനെയൊക്കെ വന്ന് അവർ ആ സമയത്ത് ഡോക്ടറിനെ വിളിച്ച് ഡോക്ടർ എൻ്റെ ബ്ലഡ് എടുത്തു. ടെസ്റ്റിന് വേണ്ടിയിട്ട് ലാബിൽ നിന്ന് ആൾ വന്ന് ബ്ലഡ് എടുത്ത് അവർ പോയി കഴിഞ്ഞേച്ച് അവർ IV കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്ലൂക്കാഗോൺ ആ ഹോർമോൺ അവർ IV കൂടെ തന്നു. എൻ്റെ ഷുഗർ നോർമൽ ആകാനായിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തു. ഷുഗർ നോർമൽ. അപ്പോഴാണ് എനിക്ക് എന്ത് സംഭവിച്ചു. അപ്പൊ ആൾക്കാർ വരുന്നതും പോകുന്നതൊക്കെ കാണാം, പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നീട് ആ സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടെസ്റ്റ് റിസൾട്ട് വന്നു. ആൻഡ് ആ റിസൾട്ട് ഇറ്റ് ഷോസ് ദാറ്റ് ലീബായ്ക്ക് ഇൻസുലിനോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിച്ചു ഇൻസുലിനോമ, അപ്പൊ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇതെന്തുവാ ഇതെന്ന്. അപ്പം ഞാൻ ചോദിച്ചത് എന്തുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പാൻക്രിയാസിൽ നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. ആ സെൽസിൽ അവിടെ ഒരു ട്യൂമർ ഉണ്ട്. ട്യൂമർ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഇൻസുലിനോമ എന്ന് പറയുന്നത്. അപ്പൊ ആ ട്യൂമർ ഉണ്ടെങ്കിൽ പാൻക്രിയാസ് ഇൻസുലിൻ മോർ ദാൻ നീഡഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഷുഗർ കുറയുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു CT സ്കാൻ ചെയ്ത് മാത്രമേ ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് CT സ്കാനിനുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്ത് തരാം. പക്ഷെ നീ വിഷമിക്കേണ്ട, ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല, ബട്ട് വി ഹാവ് ടു കൺഫേം എന്ന് പറഞ്ഞു. അങ്ങനെ ജാനുവരി 24th 2024 എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി CT സ്കാൻ ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു അത് ഒത്തിരി ലേറ്റാ, ബിക്കോസ് 6 വീക്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. പക്ഷേങ്കിൽ എനിക്ക് ഇത്രയും അങ്ങ് ഷുഗർ കുറയുന്ന കാരണം അവർക്ക് അങ്ങ് പേടിയായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് പെട്ടെന്ന് ചെയ്യണമെന്ന് അവർ സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ അവർക്ക് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഡോക്ടർ, അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് ഹല്ലേലൂയ ഞാൻ പറഞ്ഞു. അങ്ങനെ എനിവേ ജാനുവരിയിൽ ആ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ തന്നെ എൻ്റെ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് എഗെയിൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് ആ പാൻക്രിയാസിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന്, 1.6 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ട്യൂമറാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് പേടിക്കേണ്ട, ഇത് ഒത്തിരി വലുതല്ല, ചെറുതാണ്. പിന്നെ ഈ ട്യൂമർ യൂഷ്വലി അത് ക്യാൻസറസ് അല്ല. 90% അത് ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ അല്ല. പക്ഷെ എന്നാലും അത് സർജറി കൂടെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിമൂവ് ചെയ്ത് ബയോപ്സി ചെയ്താലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോ അത് ഞാൻ ഈ അസുഖം എന്താന്ന് പോലും എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഞാൻ വന്ന് ഇങ്ങനെ വായിച്ചൊക്കെ അതിനെക്കുറിച്ച് വായിക്കാനൊക്കെ തുടങ്ങി. അധികമൊന്നും വായിച്ചില്ല, കുറച്ചൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് 1 മില്യൺ ആൾക്കാരെ എടുത്താൽ അതിൽ ഒരാൾക്ക് മാത്രമേ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ, ഇത്രയും റെയർ ആയിട്ടുള്ള ഇത്രയും മില്യൺസ് ഓഫ് ആൾക്കാരിൽ ഇത് എനിക്ക് മാത്രം വന്നു. അപ്പൊ ഞാൻ അത്ര സ്പെഷ്യലാണോ എന്നൊക്കെ ഞാൻ ചുമ്മാതെ അങ്ങനെ ഓർത്തു, ചിരിച്ചു അതങ്ങനെ തള്ളിവിട്ടു. അത് കഴിഞ്ഞേച്ച് എനിക്ക് ഒരു സർജന്റെ ഒരു ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റ് റെഫർ ചെയ്തിട്ട് വിളിക്കുന്നതാണ്. പിന്നെ ലീബ ഫിലിപ്പ് ആണോ, പിന്നെ ഡോക്ടർ ഡേവിഡ് ബിഗാമിന് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനായിട്ടാ, നെക്സ്റ്റ് വീക്ക് നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫെബ്രുവരി 13 എനിക്ക് ഡോക്ടർ ബിഗാമിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ CT സ്കാൻ കഴിഞ്ഞപ്പോ എന്നോട് എൻ്റെ എൻഡോക്രൈനോളജിസ്റ്റ് ഒരു മരുന്ന് തന്നു. എന്നുവെച്ചാൽ എന്നോട് പറഞ്ഞു ഈ മരുന്ന് അതായത് ഷുഗർ കുറയാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ മരുന്ന് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ
ഇൻസുലിൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. പാൻക്രിയാസിൽ നിന്നുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് യുനോ നമ്മുടെ ഷുഗർ കുറയാതിരിക്കും. 3 ടൈംസ് എ ഡേ ഞാൻ ആ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാകും, എന്നാലും കുറച്ച് നാളത്തേക്കല്ലേ, സർജറി കഴിയുന്നിടം വരെ നിന്റെ ഇത് ഒത്തിരി ഡേഞ്ചറസ് ലെവൽസിൽ പോകാതിരിക്കാൻ വേണ്ടി ഇത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നീര് വെക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അതൊക്കെ നോർമൽ, അതൊക്കെ അങ്ങനെ അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണെന്നൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനൊക്കെ ആകാൻ തുടങ്ങി. എനിക്ക് ബ്രീത്ത് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാൻ തുടങ്ങി. എനിവേസ് ഞാൻ ഫെബ്രുവരിയിൽ 13 എൻ്റെ സർജന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റിന് ചെന്നപ്പോൾ സർജൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സർജറി ചെയ്യണം. പാൻക്രിയാസിന്റെ മിഡിലായിട്ടാണ് ഈ ട്യൂമർ ഇരിക്കുന്നത്. അപ്പം ഡോക്ടർ ഇങ്ങനെ എനിക്ക് ഒരു വരച്ചൊക്കെ കാണിച്ചു തന്നു, ഇങ്ങനെ ആ മിഡിലായിട്ടാണ് ട്യൂമർ ഇരിക്കുന്നത്. അപ്പൊ ഇത് ചെറിയൊരു ട്യൂമർ ആയതുകൊണ്ട് അതിങ്ങനെ അതിന്റെ ചുറ്റിനും ഇങ്ങനെ ലൈക്ക് യുനോ ആ ട്യൂമർ മാത്രം ലൈക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് എടുക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഡോക്ടർ ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്, പുള്ളി ഇതുപോലത്തെ ഒരുപാട് സർജറീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസസ് ഉള്ളത് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കുമ്പം പാൻക്രിയാസിന്റെ ഈ എൻസൈംസ് അല്ലെങ്കിൽ ഈ ഹോർമോൺസ് ഒക്കെ നമ്മുടെ വയറ്റിലോട്ട് പോകുന്ന ആ ട്യൂബ് ഉണ്ടല്ലോ, അത് ചിലപ്പം അതിലൊരു ഇങ്ങനെ കട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പാൻക്രിയാസ് ആ ട്യൂമറിന്റെ അവിടം വെച്ചിട്ട് അത് മുറിച്ച് മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു സ്മോൾ പോർഷൻ മാത്രമേ നിനക്ക് ബാക്കി കാണത്തുള്ളൂ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് സർജറി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളത്തേക്ക് നിനക്ക് ഇൻസുലിൻ യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇപ്പൊ പാൻക്രിയാസിന്റെ സൈസ് ചെറുതാണ്. അപ്പോൾ പാൻക്രിയാസിനെ അഡാപ്റ്റ് ചെയ്യണം ടു പ്രൊഡ്യൂസ് ദ സെയിം എമൗണ്ട് ഓഫ് ഇൻസുലിൻ. നേരത്തെ അത് ഫുൾ ആയിട്ട് ഇരുന്നപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും ഇൻസുലിൻ ഇനി ഈ സ്മോൾ പോർഷൻ അത് അത്രയും പ്രൊഡ്യൂസ് ചെയ്യണം, സോ ദാറ്റ് നമ്മുടെ ഷുഗർ നോർമൽ ആകാൻ വേണ്ടി. അതുകൊണ്ട് അത് കുറച്ച് മാസങ്ങൾ എടുക്കുമായിരിക്കും. അപ്പോൾ ഇൻസുലിൻ യൂസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ എനിവേസ് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എന്നോട്, ഞാൻ എൻ്റെ സെക്രട്ടറിയോട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം ഡോക്ടറിനെ രാവിലെ കണ്ടു, ഉച്ചയ്ക്ക് ജോലിക്ക് കടന്നുപോയി. ജോലിക്ക് ചെന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് സർജന്റെ ഓഫീസിൽ നിന്ന് കോള് വന്നു. അവർ വന്നു പറഞ്ഞു, നെക്സ്റ്റ് വീക്ക്, അതായത് ഫെബ്രുവരി 20th നിനക്ക് അപ്പോയിന്റ്മെന്റ് സർജറിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഫെബ്രുവരി 19th ഈവനിങ്ങിൽ വന്ന് അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോഴും എന്തോ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പേടി പോലെ വന്നെങ്കിലും പിന്നെ പെട്ടെന്ന് ആ പേടിയൊക്കെ അങ്ങ് മാറി. ഞാൻ എന്താ പറയാ, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു ബ്ലോക്ക് വന്ന പോലെ. ഹല്ലേലൂയ. ഇപ്പോഴും അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, എനിക്ക് ഭയങ്കര പേടിയാ. ഇഞ്ചക്ഷന്, ഡോക്ടറിന്റെ അടുത്ത് പോകുന്നത്, കൈയോ കാലോ മുറിയുന്നത്, എനിക്ക് ബ്ലഡ് കാണുന്നത് തന്നെ പേടിയാ. അപ്പൊ അങ്ങനെ അത്രയ്ക്കും പേടിയുള്ള എനിക്ക് ഒരു സർജറി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ അവിടെയും എനിക്ക് തോന്നുന്നു എന്നെ ബലപ്പെടുത്താൻ, അല്ലെങ്കിൽ ഞാൻ പേടിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു പക്ഷെ ദൈവം അതൊരു വലിയൊരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ പേരൻസിനോട് പറയാറുണ്ട്, എനിക്കും അറിയത്തില്ല എങ്ങനെ എനിക്ക് ആ സമയത്ത് പേടിയില്ലാതെ വന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്തോ ഒരു ബ്ലോക്കിംഗ്, ലൈക്ക് എൻ്റെ ബ്രെയിനിൽ എന്തോ ഒരു ബ്ലോക്കേജ് പോലെ, ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ സംതിങ് വാസ് ബ്ലോക്കിംഗ് മീ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. എനിവേസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഒരു മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഈ ഷുഗർ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അത് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ. ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യാതെ ഞാൻ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ എൻഡോക്രൈനോളജിസ്റ്റിന്റെ മൊബൈൽ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറിന് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചു. ബിക്കോസ് രാവിലെ 4:30 ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നത്, എനിക്കിങ്ങനെ
ഇങ്ങനൊക്കെ ഒരു അവസ്ഥ ഉണ്ട്. ഭയങ്കര നീരാ എൻ്റെ കയ്യിലും കാലിലും ഒക്കെ. എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ. ഞാൻ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യണോ എന്ന്. അങ്ങനെ 8 മണിയായപ്പോൾ ഡോക്ടർ എനിക്ക് മറുപടി അയച്ചു. "നീ മരുന്ന് എടുക്കണ്ട. പറ്റുവാണെങ്കിൽ ഇന്ന് എന്നെ ഒന്ന് കാണാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഫാർമസിയിൽ നിന്ന് എൻ്റെ മാനേജറിനോട് ചോദിച്ച് ഞാൻ പെർമിഷൻ എടുത്ത് ഞാൻ പോയി. ഞാൻ ഡോക്ടറിനെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ കുറവായിരുന്നു. 3.6 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, "നീ മരുന്ന് കഴിച്ചിട്ട് നിന്റെ ഷുഗർ ലെവൽസ് കുറയുക. സോ ദാറ്റ് മീൻസ് യുവർ കണ്ടീഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്" എന്നും പറഞ്ഞ് അവർ എന്നെ അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇതും ചെയ്തു. അവർ പറഞ്ഞു, "ഇനി 4 ദിവസമുണ്ട് സർജറിക്ക് വേണ്ടിയിട്ട്. ബെറ്റർ നീ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന കാരണം ബെറ്റർ അഡ്മിറ്റ് ആയിട്ട് അണ്ടർ ഒബ്സർവേഷനിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്" എന്ന് പറഞ്ഞു. അങ്ങനെ അവര് എന്നെ അഡ്മിറ്റ് ചെയ്തു. അവര് ECG അതൊക്കെയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവിടെ കിടന്നു. ECG, എക്കോ, പലതരം ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ നീര് കുറയാനായിട്ട് IV കൂടെ അവർ എനിക്ക് മരുന്നൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും എല്ലാ റിസൾട്ട്സും വന്നു. എല്ലാം നോർമൽ ആയിരുന്നു. എൻ്റെ ഹാർട്ടിനും കുഴപ്പങ്ങളൊന്നുമില്ല. അവര് അവിടെ ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ലാത്ത കാരണം അവരെന്നോട് ചോദിച്ചു. അപ്പൊ ഡോക്ടേഴ്സ് വന്നേച്ച് എന്നോട് പറഞ്ഞു, "നിന്നെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഫോർ 3 days വിൽ യു ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്? ഷുഗർ കുറയാതെയൊക്കെ നീ സൂക്ഷിച്ചോളാവോ" എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, 2 വർഷമായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ലേ, 3 ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഫെബ്രുവരി 19 വൈകിട്ട് ഞാൻ കടന്നുപോയി. അപ്പോൾ എൻ്റെ പേരൻസിന് വരാൻ പറ്റത്തില്ലായിരുന്നു സർജറിക്ക്. അവർ US എൻ്റെ ബ്രദറിൻ്റെ കൂടാണ്. അപ്പോൾ അവരുടെ ഗ്രീൻ കാർഡിനൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് ആ പ്രോസസ്സിംഗ് ഫൈനൽ സ്റ്റേജസിലായതുകൊണ്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ആയിപ്പോവല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് മമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, "നെൽസൺ, എൻ്റെ ബ്രദർ വരുന്നുണ്ട്. നെൽസൺ വന്ന് ലിവയുടെ കൂടെ ഇരിക്കും" എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1 വീക്കിലേക്ക് എൻ്റെ ബ്രദർ കടന്നു വന്നു. എൻ്റെ ബ്രദർ വന്നു. എനിക്കൊരു ആശ്വാസമായിരുന്നു. ഐ മീൻ എൻ്റെ ഹസ്ബൻഡും മോനും ഉണ്ട്. എന്നാലും എൻ്റെ പേരൻസിന്റെ സ്ഥാനത്ത് എൻ്റെ ബ്രദർ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ തന്നെ അവർ സർജറിക്ക് ഐ മീൻ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. 19 20 എന്നെ അവർ രാവിലെ 7 മണിയായപ്പോൾ എന്നെ സർജറിക്ക് അവർ കൊണ്ടുപോയി. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു 7:30 ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. അവിടെ കയറ്റി ഞാൻ അവിടെ കിടന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കിടന്നു. ഏതായാലും പിന്നെ അവരെനിക്ക് അനസ്തീഷ്യ തന്നു. എനിവേസ് പിന്നെ എനിക്ക് ബോധം വന്നു. ബോധം വന്നപ്പോഴത്തേക്കും അറൗണ്ട് 12:45 ഒക്കെ ആയി. അത് കഴിഞ്ഞ് 1 o'clock ആയപ്പോൾ അവരെന്നെ റൂമിൽ കൊണ്ടുവന്നു. പിന്നെ ഡോക്ടർ, എൻ്റെ സർജൻ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ ബോധമൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ, സർജറി സക്സസ്ഫുൾ ആയിരുന്നു. ഡോക്ടർ എൻ്റെ ട്യൂമർ മാത്രമേ മാറ്റിയുള്ളൂ. പാൻക്രിയാസ് ഹോളായിട്ട് സേവ് ചെയ്യാൻ പറ്റി. പിന്നെ ലെറ്റ് സി നിന്റെ ഷുഗർ ലെവൽസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. ഞാനൊരു ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ ഹോസ്പിറ്റലിൽ ഇവിടെ തരത്തുള്ളൂ. എനിവേസ് ഐ എം സോ ഹാപ്പി. എല്ലാം നന്നായിട്ട് പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം പക്ഷേ എനിക്ക് സംഭവിച്ചു. അനസ്തീഷ്യ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അനസ്തീഷ്യ തന്ന എന്നെ അവിടെ കിടത്തിയ സമയത്ത് എൻ്റെ ഹാർട്ട് നിന്ന് പോയെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഫോർ 30 seconds യുവർ ഹാർട്ട് ഹാഡ് സ്റ്റോപ്ഡ്. പിന്നെ അവർ CPR തന്ന് അവർ റിവൈവ് ചെയ്ത് എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ സർജറി തുടങ്ങിയത്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്യം, Psalms 23:4, ഈവൻ ദോ ഐ ഗോ ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്. അപ്പം ഞാൻ ഓർത്തു, ഇതായിരിക്കും ആ വാക്യം എന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. ഇതിനെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ അത് ഇങ്ങനെ ആ വാക്യം തന്നത്. ഇപ്പൊ ദൈവം അവിടെ എന്നെ കാത്തു. ശരിക്കും മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അവിടെ റിക്കവർ ആയിട്ട് ഈ സർജറി കഴിഞ്ഞ് അന്നത്തെ ദിവസം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും
ഇപ്പം ആ അനസ്തീഷ്യയുടെ എഫക്റ്റിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് മയങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് എപ്പോഴോ കണ്ണ് തുറന്നപ്പോൾ അവിടെ നഴ്സസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എന്റെ ഡ്രിപ്പ് IV ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അവർ പറയുന്നുണ്ട്, വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്, വൈ ഇസ് ദിസ് ഗോയിങ്, വൈ ഇസ് ദിസ് ഹാപ്പനിങ് എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ ഇല്ല. അത് കഴിഞ്ഞേച്ച് ഒരു നേഴ്സ് ഓടി വന്നിട്ട് ഈ IV നോക്കിയിട്ട് പറഞ്ഞു, ഓ ഐ ഫൗണ്ട് ഔട്ട് ദ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരവിടെ എൻ്റെ ഹസ്ബൻഡിനോടും ബ്രദറിനോടും പറയുന്നത് കേട്ടു. അവര് എനിക്ക് ഗ്ലൂക്കോസ്, അപ്പം ഡോക്ടർ അവർക്ക് ഇൻസ്ട്രക്ട് ചെയ്തു ഗ്ലൂക്കോസ് എൻ്റെ IV കൂടെ കൊടുക്കാനായിട്ട്. ബിക്കോസ് ഞാൻ ഫുഡ് കഴിക്കുന്നില്ലല്ലോ. അപ്പം അതിന്റെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ചു നേരം ഗ്ലൂക്കോസ് കൊടുക്കണം, പിന്നെ കുറച്ചു നേരം ഇൻസുലിൻ കൊടുക്കണം, അങ്ങനെ ടു മെയിൻറ്റെയിൻ മൈ ഗ്ലൂക്കോസ്. എന്നിട്ട് എവറി ഹാഫ് ആൻ അവർ ഇവർ എൻ്റെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാലും എൻ്റെ ഷുഗർ കുറയുന്നതായിട്ട് ഇവർ കണ്ടു. അതങ്ങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. 1 എത്രയോ ആയിരുന്നു എൻ്റെ ഷുഗർ ലെവൽസ്. അപ്പം അവര് വിചാരിക്കുന്ന ഗ്ലൂക്കോസ് കൊടുക്കുന്ന ആൾക്ക് എങ്ങനെ ഷുഗർ ഇത്രയും കുറയുന്നേ എന്ന് വിചാരിച്ച്. അപ്പൊ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു സിസ്റ്റർ ജാക്കി എന്ന് പറഞ്ഞ ആ സിസ്റ്റർ വന്ന് എൻ്റെ ഈ IV നോക്കിയപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് ഗ്ലൂക്കോസ് തരേണ്ടിയ സമയത്ത് ആരോ ഗ്ലൂക്കോസിന്റെ ആ IV ബാഗ് കണക്ട് ചെയ്യുന്നതിന് പകരം അവർ ആ ഇൻസുലിനിലോട്ടാണ് അത് കണക്ട് ചെയ്തത്. അപ്പം എനിക്ക് ഗ്ലൂക്കോസ് കിട്ടേണ്ടതിന് പകരം എനിക്ക് ഇൻസുലിൻ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കാരണം എൻ്റെ ഷുഗർ കണ്ടമാനം ഡ്രോപ്പ് ആയി. അങ്ങനെ അവര് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് അവരത് മീൻസ് ഈ പ്രോബ്ലം കണ്ടുപിടിക്കുവാനും അവിടെയും ദൈവം അവിടെ കാത്തു. ആ ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കും. നമ്മൾ പറയല്ലോ, ഏബ്രഹാം ആ 3 ഗസ്റ്റിനെ റിസീവ് ചെയ്തപ്പോ അത് ഏഞ്ചൽസ് ആയിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ഈ സിസ്റ്റർ ജാക്കി. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഏഞ്ചൽ അവരുടെ രൂപത്തിൽ വന്ന്, ഹല്ലേലൂയ, ആ ഒരു പ്രോബ്ലം, ബിക്കോസ് പല നഴ്സുമാർ വന്ന് നോക്കിയിട്ട് അവർക്ക് കണ്ടുപിടിക്കാത്തത് ഇവർക്ക് അത് കണ്ടുപിടിക്കുവാൻ ദൈവം അവരെ ഇടയാക്കി. അങ്ങനെ വീണ്ടും ഒരു മരണത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. അപ്പം പലപ്പോഴും എന്നെ തകർക്കാനായിട്ട് സാത്താൻ ശ്രമിച്ചപ്പോഴും അവിടെ എല്ലാം ദൈവം, ഹല്ലേലൂയ, ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തു. അങ്ങനെ എൻ്റെ റിക്കവറി ഒക്കെ പിന്നീട് വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ റിക്കവറി ചെയ്യുന്ന ആ സ്പീഡ് കണ്ടിട്ട്. അങ്ങനെ 6 ദിവസം, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് 32 സ്റ്റേപ്പിൾസ് ഉണ്ടായിരുന്നു എൻ്റെ ആ സ്റ്റിച്ചിന്റെ അവിടെ, എൻ്റെ ഓപ്പറേഷൻ സൈറ്റിൽ. അവരിങ്ങനെ ഒരു L ഷേപ്പിലാണ് എൻ്റെ സർജറി ചെയ്തത്. അത് കഴിഞ്ഞ് വെച്ചാൽ അവരൊരു ട്യൂബും ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വയറ്റിനകത്തുനിന്ന് വെളിയിലോട്ട് ഒരു ട്യൂബ്, ആ പാൻക്രിയാസിന്റെ അവിടുന്ന്. അപ്പം അവര് പറഞ്ഞത് അത് നമ്മുടെ വൂണ്ട് ഹീൽ ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മുടെ വൂണ്ട് ഹീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, കയ്യിലൊരു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വലിയൊരു മുറിവുണ്ടായാൽ അത് ഹീൽ ആകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ വരുമല്ലോ. അപ്പൊ ആ ഫ്ലൂയിഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂബാന്ന് എന്നോട് പറഞ്ഞു. അത് 2-3 വീക്സിനകം അത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആ ട്യൂബോടുകൂടെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ അപ്പൊ ആ ട്യൂബ് ആ ഫ്ലൂയിഡ് ഞാൻ എന്നും ഡ്രെയിൻ ചെയ്യണം. അത് നിറയുമ്പോൾ ഡ്രെയിൻ ചെയ്യണം. എന്നിട്ട് ആ ഡ്രെയിൻ ചെയ്യുന്ന എമൗണ്ട് എത്ര ആണെന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇന്ന ഡേ എത്ര ml ഞാൻ ഡ്രെയിൻ ചെയ്തു എന്ന് ഡോക്ടറിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ ഓഫീസിലെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ അങ്ങനെ പറഞ്ഞ് ഞാൻ പോയി. ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് 530s അത്ര ml ഒരു ദിവസം ഇതിൽ നിന്ന് ഡ്രെയിൻ ആവുന്നുണ്ടായിരുന്നു. അവര് പറഞ്ഞു അത് 25 ml ഒരു ദിവസം 25 ml വരെ ഡ്രെയിൻ, മീൻസ് അത്രയും എൻ്റെ ആ ഡ്രെയിൻ്റെ എമൗണ്ട് കുറഞ്ഞാൽ മാത്രമേ അവർ ഈ ട്യൂബ് മാറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തിക്കോ, ഇതിനി എന്ന് സംഭവിക്കാനാന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ ഓപ്പറേഷനിൽ നിന്നും ദൈവം ആ സമയത്ത് മരണത്തിൽ നിന്നും ദൈവം വിടുവിച്ചു. പിന്നെ ഞാൻ അവിടെ കിടന്ന സമയത്ത്, ഷുഗർ കുറയുന്ന സമയത്ത് എന്നെ വിടുവിച്ചെങ്കിൽ, ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള എൻ്റെ ആ
യുനോ എൻ്റെ ആ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഇനിയുള്ള സമയമായിരുന്നു. ഞാൻ 3-4 മാസം വീട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് ഹല്ലേലൂയ ഞാൻ കടന്നുപോയ ഓരോ യുനോ ഓരോ സിറ്റുവേഷനും ഹല്ലേലൂയ അത് യുനോ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് ഭയങ്കര ലൈക്ക് എൻ്റെ വൂണ്ട് സ്റ്റേപ്പിൾസ് ഒക്കെ അവർ മാറ്റിയെങ്കിലും ഒരു പോർഷൻ അത് നന്നായിട്ട് ജോയിൻ ആയില്ല സ്കിന്ന്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓപ്പൺ ആകാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് വേദന എടുക്കാൻ തുടങ്ങി. പിന്നെ അത് ഇൻഫെക്ഷൻ ആവുമെന്നൊക്കെ പേടിയാകാൻ തുടങ്ങി. ബിക്കോസ് അങ്ങനെ ഇൻഫെക്ഷൻ ആയാൽ രണ്ടാമത് അവർ അവിടെ സ്റ്റിച്ച് ചെയ്യുമോ എനിക്കറിയത്തില്ല. അങ്ങനെ പല പല ചിന്തകളൊക്കെ ആയിരുന്നു എനിക്ക്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ലൈക്ക് ഹസ്ബൻഡ് മോനും ഒക്കെ അവർ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയി കഴിഞ്ഞ ഞാനിവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും ഒക്കെ ആയിരുന്നു. എൻ്റെ ഡ്രെയിൻ കുറയുന്നില്ല. അപ്പോൾ അവസാനം ഡോക്ടറിന്റെ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു ഇനി എന്നും ഇങ്ങനെ വിളിച്ചു പറയണ്ട, എവറി വീക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ എവറി വീക്ക് ഞാൻ അവരെ വിളിച്ചു പറയുമായിരുന്നു. 500 ഒരു 300 വരെയൊക്കെ കുറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് അങ്ങോട്ട് പിന്നെയും കുറയുന്നില്ല. അങ്ങനെ എൻ്റെ പേരൻസിന് മാർച്ച് 20 അവർക്ക് കടന്നു വരാൻ സാധിച്ചു. മാർച്ച് 28 സർജനുമായിട്ട് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ സർജൻ എന്നോട് പറഞ്ഞു ഐ തിങ്ക് പിന്നെ ഈ ട്യൂബില് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അടുത്ത് ആ ട്യൂബില് ലീക്ക് ഉണ്ടാവുമെന്ന്. അപ്പൊ അങ്ങനെ ആ ലീക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ബിക്കോസ് ആ ഫ്ലൂയിഡ് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ഡോക്ടർ ആ ഫ്ലൂയിഡ് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടാലേ അറിയാം ഇത് നിന്റെ പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ബിക്കോസ് അത് നല്ല ക്ലിയറാ. പിന്നെ അത് ടെസ്റ്റിങ്ങിന് വിട്ടു, അത് എൻസൈം തന്നെ ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഓപ്ഷനാണ്. ഒന്നിൽ സർജറി ചെയ്ത് പാൻക്രിയാസ് അത്ര ഇടം മുറിച്ച് മാറ്റണം, ആ ലീക്കിന്റെ അപ്പുറം വെച്ചിട്ട് മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് നീ സ്റ്റെൻഡ് ഇട്ടാലോ, ഇത് അടുത്ത സർജറി അല്ലേ. അപ്പൊ പറഞ്ഞു അല്ല എൻഡോസ്കോപ്പി വഴി ഇങ്ങനെ സ്റ്റെൻഡ് ഇടാൻ പറ്റും. അപ്പൊ അതിനുള്ള ഡോക്ടറിന്റെ അടുത്ത് നിന്നെ റെഫർ ചെയ്യാം. അവര് സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാല് ഈ ലീക്ക് നിൽക്കും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ സ്റ്റെൻഡ് ഇടാനായിട്ട് ഞാൻ കടന്നുപോയി. ഏപ്രിലില് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ സ്റ്റെൻഡ് ഇടാനായിട്ട് ഞാൻ ചെന്നു. അവര് എൻ്റെ പാൻക്രിയാസിൽ ആ ഡക്റ്റിനകത്ത് ഒരു സ്റ്റെൻഡ് ഇട്ടു. അപ്പം അത് വെച്ചിട്ട് ഇത് കുറയും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് ആ ഡോക്ടറിനെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ രണ്ടാമത് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് തന്നു. ഞാൻ അതിന് കടന്നുപോയി. അതിന് പോയി അവരെനിക്കൊരു കുറച്ചുകൂടെ വലിയ സ്റ്റെൻഡ് ഇട്ടു. വലിയ സ്റ്റെൻഡ് ഒക്കെ ഇട്ട് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. എന്നിട്ടും വലിയ കുറവുകളൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്പം എനിക്ക് വേണ്ടി ലൈക്ക് എൻ്റെ പേരൻസ് പ്രാർത്ഥിക്കുന്നുണ്ട്, കുവൈറ്റിലെ ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും എന്നെ ബലപ്പെടുത്തുകയും ഒക്കെയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മെയ് മാസം 8 പിന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള രജനി സിസ്റ്ററിന്റെ ഒരു സാക്ഷ്യം ഒരു ഓൺലൈൻ പിന്നെ എന്തുവായിരുന്നു വിമൻ ഫോർ ജീസസ് എന്ന് പറയുന്ന ഒരു ഇതില് ഉണ്ടായിരുന്നു. അപ്പൊ ആ സാക്ഷ്യം ഞാൻ കേൾക്കാനായിട്ട് ഇടയായി. അപ്പൊ അവിടെ ആ സിസ്റ്റർ രജനി സിസ്റ്റർ പറയുന്നുണ്ട് ഹൗ വി ഷുഡ് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് നോ മാറ്റർ വാട്ട് യുവർ സർക്കംസ്റ്റാൻസസ്. അത് നമ്മുടെ സാഹചര്യം എന്താണേലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ദൈവത്തിന് വേണ്ടി എടുക്കുമ്പോൾ അത്ഭുതങ്ങൾ ആ സിസ്റ്ററിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് അപ്പൊ ദൈവാത്മാവ് എന്നോട് ചോദിച്ചു അങ്ങനെ ഒരു സ്റ്റെപ്പ് നിനക്ക് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ മെഡിക്കൽ ലീവ് ജൂൺ 9 വരെയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആ ഇത് കേട്ട് ഇങ്ങനെ ദൈവാത്മാവ് ഇടപെട്ട് അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ ട്യൂബ്
എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഞാൻ ജോലിക്ക് കടന്നു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മെയ് 22 മീൻസ് ദൈവം തന്നെ എനിക്ക് തന്ന ഒരു ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ ഞാൻ ജോലിക്ക് പോകാൻ പറ്റും. ബിക്കോസ് എനിക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഈ ട്യൂബ് ഉണ്ടെന്നുള്ള ഒരു ഇതും ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പാപ്പായോടും അമ്മയോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ രജനി സിസ്റ്ററിനോടും എന്നെ ചർച്ചിലുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ജോലിക്ക് ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ മെയ് 20 അതൊരു മൺഡേ ആണ്. ഞാൻ മൺഡേയിൽ പിന്നെ മദേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു ഓൺലൈൻ പ്രെയർ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുള്ള ആൻറ്റി, ഒരു ലില്ലി ആൻറ്റി, ആൻറ്റിയുടെ ഒരു സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞപ്പം അതിനകത്ത് ആൻറ്റി ഒരു വചനം പറഞ്ഞു. ഹല്ലേലൂയ, എക്സോദസ് 14:13 അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്, ദി ഈജിപ്ഷ്യൻസ് ദാറ്റ് യു സീ ടുഡേ യു വിൽ നെവർ സീ അഗൈൻ. ഹല്ലേലൂയ. അപ്പോൾ അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മിസ്രൈമിനെ ഇനി ഒരിക്കലും കാണുകയില്ല എന്നുള്ള ആ വാക്യം അതെന്നെ ഇങ്ങനെ ഒരുപാട് ടച്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ അത് വെച്ച് അതിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ മീറ്റിങ്ങിൽ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്. ഹല്ലേലൂയ, മീൻസ് ദൈവം ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഹല്ലേലൂയ ഒരു കൈ കൊണ്ട് ഇങ്ങനെ എൻ്റെ തോളത്ത് കൈ ഇട്ടേച്ച് ഹല്ലേലൂയ ആ ട്യൂബ് ഇങ്ങനെ വലിച്ചൂരിയേച്ച് എന്നോട് പറയാണ്, ഇന്ന് നീ കാണുന്ന ഈ മിസ്രൈമിനെ ഹല്ലേലൂയ ഇനി ഒരിക്കലും നീ കാണുകയില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആ ട്യൂബ് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നതായിട്ട് ഹല്ലേലൂയ ദൈവം എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് ആ ആന്റി അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇന്നെന്ന് പറയുന്നത് ഹല്ലേലൂയ അത് 24 hours ഉണ്ട് ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ, ദൈവം അവസാനത്തെ സെക്കൻഡ് മതി ദൈവത്തിന് പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ, ഒരു സെക്കൻഡ് മതി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടല്ല, നമ്മുടെ വിശ്വാസം വിടല്ലെന്നൊക്കെ പറഞ്ഞു ആ ആന്റി ഇങ്ങനെ പറയുമ്പോൾ അതെല്ലാം ഇങ്ങനെ എന്നോട് ഇടപെടുന്നതായിട്ട് ഹല്ലേലൂയ എനിക്ക് ധൈര്യം തന്നു. ഞാൻ വിശ്വസിച്ചു ഹല്ലേലൂയ ഈ ട്യൂബ് എൻ്റെ ഈ പാൻക്രിയാസിനെ ദൈവം ഹീൽ ചെയ്തു ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ, അങ്ങനെ ഞാൻ ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടുപാടി ധൈര്യപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ മെയ് 21 ചെറുതായിട്ട് കുറഞ്ഞെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു ഹല്ലേലൂയ ദൈവം എൻ്റെ പാൻക്രിയാസിന്മേൽ ദൈവം അത് പണിയുക. ഹല്ലേലൂയ, എൻ്റെ ആ ലീക്ക് ദൈവം മാറ്റുക. ഹല്ലേലൂയ എന്ന് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ, എനിക്ക് സംശയങ്ങളൊക്കെയും വരുമ്പോൾ ഹല്ലേലൂയ എൻ്റെ മനസ്സിൽ ഒരു പാട്ട് ദൈവം തന്നു. ഹല്ലേലൂയ, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ ആ പാട്ടും പാടി ഹല്ലേലൂയ എനിക്ക് സംശയം വരുമ്പോഴൊക്കെ ഞാൻ ആ പാട്ട് പാടി ധൈര്യപ്പെട്ട് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ട്യൂബ് നോക്കിയപ്പോൾ ആ ട്യൂബ് ഒരു ശകലം മാത്രമേ അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ വരുമായിരിക്കും, അറിയത്തില്ല. എന്നാലും ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഇന്ന് ജോലിക്ക് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ ഈ ട്യൂബ് ദൈവമേ നീ മാറ്റിയതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് കടന്നുപോയി. ജോലിയിൽ ചെന്ന് അവിടെ എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഞാൻ വണ്ടി കയറി ഇരുന്നേച്ച് ഈ ട്യൂബ് ഞാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് ഒരു തുള്ളി പോലും ഹല്ലേലൂയ രാവിലെ ഞാൻ കണ്ടതല്ലാതെ പിന്നീട് ഒരു ശകലം പോലും അത് ഇൻക്രീസ് ആയില്ല. ദൈവത്തിന് മഹത്വം, എനിക്ക് സന്തോഷം കണ്ട് ഞാൻ ദൈവത്തെ വണ്ടിക്കകത്തിരുന്ന് ഞാൻ ദൈവത്തോട് ഒരുപാട് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ദൈവം പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ, ആ ദൈവം എൻ്റെ ഈ ഡ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഞാൻ 2 ദിവസം എനിക്ക് ഒരു ഫ്ലൂയിഡും വരുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്ത് 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേങ്കിൽ ഈ 2 വീക്സിന്റെ ഇടയിൽ ഹല്ലേലൂയ ഒരു കാര്യം സംഭവിച്ചു. ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഈ ട്യൂബിനകത്തോട് കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് വരാൻ തുടങ്ങി. ഹല്ലേലൂയ, അപ്പോൾ
അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇത് എന്തായിരിക്കും ഈ ബ്ലഡ് വരുന്നത്, ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഉണങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമായിരിക്കും ഈ ബ്ലഡ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എങ്കിൽ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പം എന്നിട്ട് കുറച്ച് ഫ്ലൂയിഡൊക്കെ വരാൻ തുടങ്ങി. എന്നാൽ ഹല്ലേലൂയ, അപ്പം വീണ്ടും ഇതൊക്കെ ലീക്ക് ആവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തകൾ വന്നെങ്കിലും ഹല്ലേലൂയ, ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ, ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഹല്ലേലൂയ, ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ബ്ലഡ് ഉള്ളതുകൊണ്ട് അവിടുത്തെ എമർജൻസിയിൽ ഒരു രാത്രി മുഴുവനും അവിടെ ഇരുന്നു. ഹല്ലേലൂയ, പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഒരു ഡോക്ടറിനെ കാണാൻ സാധിച്ചത്. ആ ഡോക്ടർ പിന്നെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടറാണ്, ആ ഡോക്ടർ ഒരു ഇന്ത്യൻ ഡോക്ടറാണ്. ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത് ആ സർജറി ചെയ്ത് നിനക്ക് ലീക്ക് ഉണ്ടായെന്നാണല്ലോ, ആ ലീക്ക് ഞങ്ങളിപ്പോൾ 2-3 പ്രാവശ്യം സ്റ്റെൻറ്റ് ഇട്ടിട്ടും അത് കുറയുന്നില്ല. സോ ദാറ്റ് മീൻസ് ഇത് ഒരിക്കലും ഈ ലീക്ക് മാറത്തില്ല. ഹല്ലേലൂയ, ഇത് ഒരിക്കലും മാറത്തില്ല. ഇതിന്റെ ഓൺലി ഓപ്ഷൻ ഇസ് രണ്ടാമത് സർജറി ചെയ്ത് അത്തരം ഇടം മാറ്റണം. എന്നാൽ മാത്രമേ ആ ലീക്ക് നിൽക്കത്തുള്ളൂ. എന്നാലും ഗ്യാരണ്ടി ഇല്ല ഇത് മാറും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് ആ ഡോക്ടർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദൈവമക്കളെ, എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല, എനിക്ക് ഒന്നും തോന്നിയില്ല. ഞാൻ അത് കേട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ എനിക്കറിയായിരുന്നു ദൈവം എന്നെ കാണിച്ചതാണ് ഈ ട്യൂബ് മാറ്റും എന്നുള്ളത്. ഹല്ലേലൂയ, ഇനി ആ ഡോക്ടർ എത്ര അസാധ്യമാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഈ പാട്ട് വീണ്ടും എന്റെ മനസ്സിൽ കൂടെ വന്നു. മനുഷ്യരാൽ സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ആ ഒരു വിശ്വാസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ നിന്നു, ചെറുതായിട്ട് ഫ്ലൂയിഡ് വീണ്ടും വരാൻ തുടങ്ങി. എന്നാലും ഹല്ലേലൂയ, ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ, ദൈവം സൗഖ്യമാക്കുമ്പോൾ അത് കംപ്ലീറ്റ് സൗഖ്യമാണ്. ഹല്ലേലൂയ, അല്ലാതെ കുറച്ച് ലീക്ക് പിന്നെ അവിടെ ഇരിക്കുന്നു എന്നൊന്നുമില്ല. ദൈവം നമ്മളെ ഹീൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഹീലിംഗ് ആണ് ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ, അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ജൂൺ 11 എൻ്റെ സർജനുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. ഞാൻ അവിടെ കടന്നു ചെന്നു. ഈ ഹിസ്റ്ററി മുഴുവനും സർജൻ എല്ലാം നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ സർജൻ അവിടെ കടന്നു വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് ഇനി എങ്ങനെ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ മമ്മ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് ദൈവം സൗഖ്യമാക്കി, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, എന്നും ഡോക്ടറിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ എൻ്റെ ട്യൂബ് നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇത് കുറച്ചേ ഉള്ളൂ, പിന്നെ ഇന്നലെയൊക്കെ എത്ര ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഇന്നലെ ഒരു അറൌണ്ട് 35 to 40 ml ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ആ ക്രൈറ്റീരിയ ഞാൻ മീറ്റ് ചെയ്തില്ല. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇത് മാറ്റാൻ പോവാ എന്നും പറഞ്ഞു വെച്ച് ഡോക്ടർ ആ ട്യൂബ് വലിച്ചങ്ങ് ഊരി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും നിനക്ക് അസ്വസ്ഥതയോ വേദനയോ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കടന്നു വരണം. കുറച്ച് ദിവസം പറഞ്ഞു, കൂടിപ്പോയ ഈ ലീക്ക് നിന്റെ വയറ്റിനകത്ത് തന്നെ കാണും. അത് എന്തെങ്കിലും അങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ അത് വയറ്റിൽ കാണും. നിനക്ക് അങ്ങനെ ഒത്തിരി വേദനയൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് വി വിൽ തിങ്ക് അബൌട്ട് വാട്ട് ടു ഡു, ബട്ട് ഇപ്പം ഞാൻ ഇത് മാറ്റുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, അങ്ങനെ ആ ട്യൂബ് മാറ്റി. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ജോലിക്ക് കടന്നുപോയി. ജോലിയിൽ വെച്ച് എനിക്ക് ചെറുതായിട്ട് പനിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. ചെറിയ പനിയൊക്കെ പോലെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ട്യൂബ് ദൈവമേ നീയാണ് മാറ്റിയത്, ഇത് വീണ്ടും ഇടുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാൽ ദൈവം എനിക്ക് സൗഖ്യം തരണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ വിട്ടുവിട്ട് എനിക്ക് പനി വരുമായിരുന്നു. എന്നാൽ അതിൽ നിന്നും എല്ലാം ദൈവം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ, ഇന്നിപ്പോൾ ഓഗസ്റ്റ് 10 ആയി, അതായത് ഓൾമോസ്റ്റ് 2 months അതിന്റെ ട്യൂബ് മാറ്റിയിട്ട് എനിക്ക് അതിൽ പിന്നെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, എനിക്ക് ഒരു വേദനയില്ല, വയറ് വീർക്കോ അങ്ങനെ ഒന്നും ഒരു കുഴപ്പങ്ങളും ഇല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ, മാത്യു 19:26 പറയുന്ന പോലെ, വിത്ത് മാൻ ഇറ്റ് വാസ് ഇംപോസിബിൾ ടു ഹീൽ, ബട്ട് വിത്ത് ഗോഡ് ഇറ്റ് ഈസ് പോസിബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളതിന് ഹല്ലേലൂയ, ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് അസാധ്യമാണ് ഈ ലീക്ക് ഇനി ഹീൽ ആകാനായിട്ട്. ഹല്ലേലൂയ, അവിടെയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ച് ദൈവം എന്നെ കംപ്ലീറ്റ്ലി ഹീലാക്കിയത്. എൻ്റെ അവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ,
അതുപോലെ തന്നെ എന്നെ ടച്ച് ചെയ്ത് വേറൊരു വാക്യമായിരുന്നു ഈ ദിവസങ്ങളിൽ, റോമൻസ് 4:18. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, ഈവൻ വെൻ there was no hope, Abraham kept hoping. Hallelujah. Believing that he would be the father of many nations. നമുക്കറിയാം എബ്രഹാമിന്റെ കാര്യം. 75 years ആയപ്പോഴാണ് വാഗ്ദത്തം കിട്ടിയത്. 100 years ആയിട്ടും ഹല്ലേലൂയ എബ്രഹാമിന് ഒരു സന്തതി ഉണ്ടായില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ എബ്രഹാമിന്റെ ആ ശരീരത്തിന്റെ അവസ്ഥയും സാറായുടെ ശരീരത്തിന്റെ അവസ്ഥയൊക്കെയും ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ എബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. അവിടെ ഹോപ്പ് ചെയ്യാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും എബ്രഹാമിന് പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ഹല്ലേലൂയ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞ കണക്ക് എന്റെ എഗൻസ്റ്റ് ആയിട്ട് പല ഇത് വന്നപ്പോഴും ഹല്ലേലൂയ എന്നെ ദൈവം കാണിച്ച ആ ഒരു ദർശന, ഹല്ലേലൂയ ദൈവം എനിക്ക് തന്ന വചന, ഹല്ലേലൂയ ഹല്ലേലൂയ അതൊക്കെയാണ് എന്നെ നിർത്തിയത്. അപ്പോഴാണ് എനിക്ക് ദൈവം ആദ്യം തന്ന ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായത്. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, I will fear no evil, for you are with me, your rod and your staff they comfort me. Hallelujah. Hallelujah. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഹല്ലേലൂയ ഏതൊരു കൂരിരുളിന്റെ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോയാലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ആസ് എ പേഴ്സണും ഉണ്ട്. ഹല്ലേലൂയ. ആൻഡ് ഹിസ് റോഡ് ആൻഡ് സ്റ്റാഫ്. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മളെ ഗൈഡ് ചെയ്യുവാനായിട്ട്, നമ്മളെ ഞാൻ ഉണ്ട് എന്ന് അറിയിക്കാനായിട്ട് ചിലപ്പോൾ ദൈവം മനുഷ്യരിലൂടെ നമുക്ക് ആ ഒരു എൻകറേജ്മെന്റ്, സപ്പോർട്ട്, ഹല്ലേലൂയ എൻ്റെ ഈ ത്രൂ ഔട്ട് ഈ സമയങ്ങളിൽ ഞാൻ റിക്കവർ ചെയ്ത സമയങ്ങളിൽ ദൈവത്തിന്റെ വചനവും ഹല്ലേലൂയ അത് പലരിലൂടെ, ഞങ്ങളുടെ ചർച്ചിലുള്ള പലരിലൂടെയും ദൈവം എന്നെ ബലപ്പെടുത്തി. എൻ്റെ പേരൻസിലൂടെ എന്നെ ബലപ്പെടുത്തി. ചില സൂം മീറ്റിംഗിലൂടെ ദൈവം എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അതാണ് ദൈവത്തിന്റെ റോഡ് ആൻഡ് സ്റ്റാഫ് വിച്ച് കംഫർട്ടഡ് മീ. ഹല്ലേലൂയ. ഞാൻ ആ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ ഹല്ലേലൂയ എന്നെ കംഫർട്ട് ചെയ്ത റോഡും സ്റ്റാഫും എല്ലാം ഇവരാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 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 നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും നമ്മൾ ഇത്രമാത്രം നമ്മൾ ഓർത്താൽ മതി. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവം, ഹല്ലേലൂയ ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ലേയെ കണ്ട ദൈവം, ഹല്ലേലൂയ നമ്മളെ എവിടെ മറിഞ്ഞാലും, ഹല്ലേലൂയ നമ്മളെ ആരെല്ലാം നോട്ടീസ് ചെയ്തില്ലെങ്കിലും, ഹല്ലേലൂയ നമ്മളും we might not be important to other people, hallelujah, പക്ഷെ ദൈവത്തിന് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ എന്ത് സാഹചര്യമാണേലും അതിൽ നിന്നൊക്കെയും വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഹല്ലേലൂയ ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തന്നതിനായിട്ടും ഹല്ലേലൂയ ഡാലസ് പ്രേയർ ഫെലോഷിപ്പിനും അപ്പർ റൂം പ്രെയർ ലൈനിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തന്ന ഈ അവസരത്തിനായിട്ട് എല്ലാവർക്കും എന്നെ നന്ദി. താങ്ക് യു. Oh Lord Jesus, Heavenly Father, Master, we thank you so much, oh Lord Father, for this time that you've given us, oh Lord Father, hallelujah. Oh Lord Jesus, to come at your feet, oh Lord Father, to be together, oh Lord Father. Oh Lord Father, we thank you for the Zoom platform, oh Lord Father, that you have opened, oh Lord Jesus, Father, hallelujah. That people from the ends of the world, oh Lord Father, from different countries, different time zones, oh Lord Father, have come here, oh Lord Jesus, to be in your presence, oh Lord Father. Oh Lord Master, hallelujah. I thank you for the love that you have for us, oh Lord Father, that, oh Lord Jesus, that your rod and staff, oh Lord, they're always comforting us, oh Lord Father, oh Lord Master, in the ways that we do not know, oh Lord Jesus, Father, hallelujah. Oh Master, we praise you, oh Lord Jesus, Father, oh Lord Father, we pray, oh Lord Master, I pray, oh Lord Jesus, Father, for Pastor, for hallelujah, for the pastor, oh Lord Joseph Matthew and Sister Sandhya, oh Lord Jesus, Father, who are coordinating this prayer line, oh Lord Jesus, Father, hallelujah. Oh Lord Master, we thank you for the burden that you gave in their heart, oh Lord Father, and the obedience by which, oh Lord Father, they have followed your instruction, and oh Lord Master, been a blessing to many, oh Lord Jesus, Father, hallelujah. Oh Lord, I give each and every person who is attending this meeting into your hands, oh Lord Father, hallelujah. Lord Father, we pray that you bless them. We thank you, oh Lord Father, for feeding us with your word, oh Lord, for encouraging us every day, oh Lord Jesus, Father, oh Lord Master. We also pray, oh Lord, I pray for the
sister who spoke through the message today, oh Lord Father. Oh Lord, the stone that the people have rejected, oh Lord Father, you use that as the cornerstone, oh Lord Father, to build your church, oh Lord Father. Hallelujah. Oh, hallelujah. We thank you, oh Lord Jesus, that you love us all, oh Lord Father. Hallelujah, Lord. That, oh Lord, none of us, oh Lord, are hidden from your sight, oh Lord Jesus, Father. Even if the world don't notice us, oh Lord Father, a God who saw Leah, hallelujah, sees us all, oh Lord Jesus, Father. And we thank you, oh Lord Jesus, Father, for everything that you have done, oh Lord. We pray that this prayer line, oh Lord Father, might be a blessing to many people, oh Lord Father. Hallelujah. That many might come here, oh Lord, and be blessed, oh Lord Jesus, Father. And Lord, once again, I thank you, oh Lord, for this opportunity that you gave me, oh Lord Father, to be to testify about you, oh Lord, the great things that you have done for me in my life, oh Lord Jesus, Father. Oh Lord Jesus, Father, for changing me, oh Lord Father, for touching me, oh Lord, for once again proving, oh Lord, that you are a living God, oh Lord. Hallelujah. Oh Lord Jesus, that you are the same God yesterday, today, and forever. Amen. Hallelujah. We thank you once again, Lord. In your most mighty and precious name we pray. Amen.